കേരള ഫോറസ്റ്റ് ആക്ട് 1961 പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന വനനിയമ ഭേദഗതി ബില്ല് അത്യന്തം ജനദ്രോഹപരവും അംഗീകരിക്കാനാവാത്തതുമാണെന്ന് ഇടുക്കി രൂപത. വനനിയമം കൂടുതൽ ജനദ്രോഹപരവും ദുരുപയോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നതുമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അംഗീകരിക്കാനാവില്ല. വനപാലകർക്ക് വനത്തിന് പുറത്തും ജനത്തിനുമേൽ അധികം അധികാരം നൽകുന്ന ഈ നിയമ ഭേദഗതി വരും നാളുകളിലെ വലിയ ക്രമസമാധാന വിഷയങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു. ബഫർ സോൺ പ്രഖ്യാപനവും വനസംരക്ഷണ നിയമങ്ങളും വന്യജീവി ആക്രമണവും മൂലം പൊറുതിമുട്ടിയ മലയോര നിവാസികൾക്കും കർഷകർക്കും ഈ നിയമപരിഷ്കരണം വലിയ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ വനത്തിന് പുറത്ത് ജനവാസ മേഖലയിൽ തേർവാഴ്ച നടത്തുന്ന ഈ കാലഘട്ടത്തിൽ അതിന് സത്വര നടപടികൾ സ്വീകരിക്കാനാവാതെ വനത്തിന് പുറത്തും നിസാര കാര്യങ്ങളിൽ ജനത്തിനെതിരെ നടപടിയെടുക്കുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള അധികാരം വനപാലകർക്ക് കൊടുക്കുന്നത് സംശയത്തിന്റെയും തെറ്റിദ്ധാരണകളുടെയും പേരിൽ അനേകം നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുമെന്ന് ഇടുക്കി രൂപത വ്യക്തമാക്കി. 1961 കേരള ഫോറസ്റ്റ് ആക്ട് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ നിയമ ഭേദഗതി ബിൽ ജനദ്രോഹപരവും അംഗീകരിക്കാനാവാത്തതുമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വനത്തിന് പുറത്തും ജനത്തിനു മേൽ അധിക സ്വാതന്ത്ര്യവും അധികാരവും പ്രയോഗിക്കാൻ നിർബന്ധിക്കുന്നതാണ് ഈ ഭേദഗതി ബിൽ. നിസാര കാര്യങ്ങൾക്ക് മേൽ ജനത്തിനു മേൽ നടപടിയെടുക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിന് പോലുമുള്ള അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഈ ബില്ല് എത്രയും വേഗം പിൻവലിക്കേണ്ടതാണ്. വന്യജീവികളെ വനാതിർത്തിക്കുള്ളിൽ തന്നെ നിലനിർത്താനുള്ള ഉത്തരവാദിത്തം വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിർബന്ധിതമാക്കുന്ന ഭേദഗതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്നതിനും പകരം കർഷകരെ ബോധപൂർവം നിയമക്കുരുക്കിലാക്കുന്നതിനും മലയോര പ്രദേശത്ത് ജീവിതം ദുസ്സഹമാക്കുന്നതിനും ഉപകരിക്കുന്ന ഭേദഗതിയാണിപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഭേദഗതി നിർദ്ദേശങ്ങളിലെ വിവിധ സെക്ഷനുകൾ അനുസരിച്ച് വനത്തിനുള്ളിൽ മാത്രമല്ല വനത്തിനു പുറത്തും വിവിധ കുറ്റങ്ങൾ ആരോപിച്ച് കേസെടുക്കുന്നതിനും വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതിനും രഹസ്യ തടങ്കലിൽ വയ്ക്കുന്നതിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അനുവാദം നൽകുന്നത് വ്യാപകമായ ഉദ്യോഗസ്ഥ തറവാഴ്ചയ്ക്കും അഴിമതിക്കും കാരണമായി തീരുമെന്നും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.